മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും സർവോപരി മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും അതിനായി പ്രവർത്തിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ റമളാനിലെ ഒന്നാമത്തെ ജുമുഅയാണ് ഇന്ന്. അതിൻ്റെ ആഹ്ലാദവും ആവേശവും സർവോപരി വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് മുസ്ലിം ഉമ്മത്ത് ജുമുഅയ്ക്ക് ഹാജരാവുക. ജുമുഅ ഒരു വലിയ സാമൂഹിക ഇബാദത്തായി നിർണയിക്കപ്പെട്ടതാണ്. ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്തതും സമൂഹ അംഗങ്ങളുടെ സാന്നിധ്യം നിർബന്ധമായും വേണ്ടതുമായ ഒരു ഇബാദത്ത്. അതിൽ ഏറ്റവും ചുരുങ്ങിയ എണ്ണം എത്ര എന്നതേ സഹാബികൾക്കിടയിലോ പിൽക്കാല പണ്ഡിതർക്കിടയിലോ അഭിപ്രായ വ്യത്യാസമുള്ളൂ. 40 പേര് വേണം എന്ന അഭിപ്രായമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അപ്പോൾ ജുമുഅ ഒരു സമൂഹത്തിൻ്റെ സാന്നിധ്യമാണ്. ജുമുഅ ദിവസം അള്ളാഹുവിൻ്റെ റസൂല് അതിന് വേണ്ടി ഒരുങ്ങിയിരുന്നു. അന്നേ ദിവസത്തെ സ്നാനം ജുമുഅയുടെ സുന്നത്ത് എന്ന നിയ്യത്തിലാണ് നിറവേറ്റുക. നഖം മുറിക്കുകയും മുടി മുറിക്കുകയും വൃത്തിയാവുകയും വെളുത്ത വസ്ത്രം ധരിക്കുകയും സുഗന്ധങ്ങൾ ഉപയോഗിക്കുകയും ചെയ്ത് വളരെ കാലേ കൂട്ടി പള്ളിയിൽ അസ്ഹാബിമാരെല്ലാം എത്തിച്ചേരുമായിരുന്നു. പരസ്പരം കാണുന്നതിനും അറിയുന്നതിനും അന്വേഷണങ്ങൾ നടത്തുന്നതിനും വിശിഷ്യ റമളാൻ മാസം ഷഹ്റുസ് സബ്രി വ ഷഹ്റുൽ മുവാസാത്ത് പരസ്പര സഹായത്തിൻ്റെ മാസമായതുകൊണ്ട് ഓരോരുത്തരും മറ്റുള്ളവരെ അന്വേഷിച്ചിരുന്നു, അറിഞ്ഞിരുന്നു, അവരെ ശ്രദ്ധിച്ചിരുന്നു എന്നതൊക്കെയാണ് നാം കാണുന്നത്. ഖുർആനിലെ ഒരു സൂറത്ത് തന്നെ ആ നാമത്തിലാണ് അവതീർണം, സൂറത്തുൽ ജുമുഅ. അപ്പോൾ അത്രയും പ്രാധാന്യം അതിലുണ്ട്. റസൂലുള്ള പറഞ്ഞ ഒരു വാക്ക് ഖൈറു യൗമിൻ ത്വലഅ ഫീഹി ഷംസു യൗമുൽ ജുമുഅ. സൂര്യോദയം നടക്കുന്ന ദിനരാത്രങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ അതിലേറെ ഉത്തമം ജുമുഅയുടെ ദിവസമാണ്. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്നു. എത്രയാണ് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, അതിന് എണ്ണവും ക്ലിപ്തതയും പരിധിയുമില്ല. നബിയുടെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലുന്ന ദിവസം വെള്ളിയാണ്. ദുആയിൽ ഏർപ്പെടുക, ഇതൊക്കെയാണ് ജുമുഅ ദിവസത്തെ പ്രത്യേകമായ അനുഗ്രഹീതമായ കർമ്മങ്ങളൊക്കെ. വിശുദ്ധ ഖുർആൻ അവതരിക്കുക വഴി ഈ 2 കാര്യമാണ് അള്ളാഹു സാധിച്ചത്. അതിലൊന്ന് ആത്മീയ ഔഷധം. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ഷിഫാഉൻ. ഖുർആൻ എന്ന ഈ ദിവ്യവചനത്തിൻ്റെ അവതരണം അല്ലെങ്കിൽ ഈ കിതാബ് മനുഷ്യ മനസ്സുകൾക്ക് ഔഷധമാണ്. അവരുടെ മനസ്സിനെ കഴുകി ശുദ്ധിയാക്കുന്ന, മനസ്സിനെ എല്ലാ പാപചിന്തകളിൽ നിന്നും മുക്തി നൽകി അനുഗ്രഹിക്കുന്ന ഒരു മഹത്തായ കിതാബാണ് വിശുദ്ധ ഖുർആൻ. അത് അള്ളാഹു പല സ്ഥലങ്ങളിലും ആവർത്തിച്ചിട്ടുണ്ട്. 2, ഈ നോമ്പാകട്ടെ ശരീരത്തെയാണ് യഥാർത്ഥത്തിൽ അത് മാറ്റി എടുക്കുന്നത്. ശരീരം എന്നത് അവൻ്റെ ഇച്ഛകളുടെ വിളനിലമാണല്ലോ. അത് വിശുദ്ധ ഖുർആനിൽ തന്നെ വന്നത് അഫറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാഹു. ഒരു മനുഷ്യനെ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവൻ്റെ ഇച്ഛകളെ അവൻ്റെ ഇലാഹാക്കിയിരിക്കുന്നു. അവൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകളെ ആരാധ്യമായ ക്രമത്തിൽ അത്ര താലോലിച്ചാണ് നിലനിർത്തുക. ആ ഇച്ഛകളെ നിയന്ത്രിക്കുന്ന, കടിഞ്ഞാണിടുന്ന, ശരീരത്തെ പുതുക്കുന്ന ഒരു മാസമാണ് റമളാൻ. വിശപ്പ് അറിയുക, ഇത് നമുക്ക് ഇന്ന് മനസ്സിലാകാത്തൊരു കാര്യമാണ്. മുൻഗാമികൾക്ക് വിശപ്പ് അടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രതീക്ഷയുടെ ദിവസമായിരിക്കും. അതൊരു പെരുന്നാളൊക്കെ വരണം. നോമ്പുകാലത്ത് പൂർവികരായ സഹാബിമാരിൽ ആരും നമ്മളുടെ ഭക്ഷണ മെനു ഒന്നും സ്വീകരിച്ചവരല്ല.
അവർ ആത്മീയതയുടെ നോമ്പിൻ്റെ എല്ലാ പൂർണ്ണതയും വരുന്നതിന് വേണ്ടി സൂക്ഷ്മതയോടുകൂടി അത് ചെയ്തിരുന്നു. ഭക്ഷണം വളരെ ചെറുത് മാത്രമാണ്, വളരെ ചെറുത്. അതുകൊണ്ടാണ് മുഴുവൻ ഹദീദുകളിലും കാരയ്ക്ക പ്രയോഗിക്കാൻ കാരണം. ഈത്തപ്പഴത്തിൻ്റെ ഒരു കഷണമോ അല്ലെങ്കിൽ 1-2 ചുള ഈത്തപ്പഴമോ പച്ചവെള്ളവും എന്നൊക്കെയാണ് ഹദീദുകളിൽ ഒരുപാട് പ്രയോഗിച്ച വാചകം. നബിയുടെ അത്താഴവും അങ്ങനെയാണ്, ഇടയത്താഴവും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനെ ഒരവസ്ഥയല്ല. ജീവിതത്തിൽ നമ്മൾ മാറിയതനുസരിച്ച് ജീവിത രീതി മാറി. ജീവിത രീതി മാറിയതനുസരിച്ച് നമ്മുടെ മനോനിലവാരത്തിലെ ചിന്തകളും ആവശ്യങ്ങളും പെരുകി അത്യാവശ്യങ്ങളായി വന്നു. അങ്ങനെ പലതും ആയി വന്നു ഇന്ന് ലോകം. അപ്പോൾ ആ ലോകത്തെ നമ്മൾ വിശകലനം ചെയ്യുകയല്ല. അപ്പം നോമ്പ് പട്ടിണിയുടെ വിഷമം ഒരാളെ ബോധ്യപ്പെടുത്തും, ദാഹത്തിൻ്റെ വില ഒരാളെ അറിയിക്കും, ശരീരത്തിൻ്റെ താല്പര്യങ്ങളെ അതിജയിക്കുകയാണ് ഒരു നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികൾ ലോകത്ത് ചെയ്യുന്നത്. പൂർവികർക്കും ഇങ്ങനെ നോമ്പുണ്ടായിരുന്നു എന്ന് അള്ളാഹു അറിയിക്കുന്നു. ഓരോ രാജ്യങ്ങളിലും ഓരോ മതവിഭാഗങ്ങളിലും റമദാൻ പോലെ തന്നെ വ്രതാനുഷ്ഠാനം വ്യത്യസ്ത സമയങ്ങളിൽ അനുഷ്ഠിക്കാൻ കൽപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ് നാം അറിയുന്നത്. മുൻ കഴിഞ്ഞ വേദങ്ങളിൽ എല്ലാം അത് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ 1 ശരീരത്തെ തളർത്തുകയാണ് ചെയ്യുന്നത്, 2 ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിനാണ് ഖുർആൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് നോമ്പ് കാലത്ത് ഓരോ സഹാബികളും അവരുടെ ഹൃദയത്തെ എത്രയധികം നന്നാക്കാമോ അത്രയധികം അവർ നന്നാക്കിയിരുന്നു. വ നഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വ ഖദ് ഖാബ മൻ ദസ്സാഹ. ഈ ഒരു ചെറിയ കാര്യം പറയാൻ സൂറത്തു ഷംസിലെ ആദ്യത്തെ ഒരു 4 ആയത്തുകൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. മനുഷ്യന് ഏറ്റവും സുപരിചിതമായ സൂര്യനും അതിൻ്റെ പ്രഭകളും സത്യം, അങ്ങനെ സത്യം ചെയ്തിട്ടാണ് വന്നത്. ചന്ദ്രൻ അതിനെ അനുധാവനം ചെയ്യുന്നു, അതും സത്യം. പകല് സത്യം, രാത്രിയും സത്യം. ഇത്രയും സത്യം ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത് ഓരോ മനുഷ്യരുടെയും മനസ്സ് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഭാവഭേദങ്ങളോ ചിന്തകളോ തോന്നലുകളോ ഓർമ്മകളോ ആഗ്രഹങ്ങളോ ഒന്നും മനുഷ്യകുലത്തിന് വിവരിച്ച് ബോധ്യം വരാൻ കഴിയുന്നതല്ല. അത്രയും വലുതാണ്, ഒരു അത്ഭുത പ്രതിഭാസമാണ്. ലോകത്തിനപ്പുറം സഞ്ചരിക്കാൻ കഴിവുള്ള ഒരേ ഒരു പ്രതിഭാസം. അഖില വേഗത്തെയും മറികടക്കാൻ പറ്റുന്ന വേഗത കൂടിയ ഒന്നാണ് മനുഷ്യ മനസ്സ്. ആ മനസ്സിൻ്റെ തോന്നലുകളെയാണ് നിയന്ത്രിക്കേണ്ടത്. ഇപ്പോൾ ഓരോ കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുമ്പോൾ പലരും പല വഴിക്ക് ചിന്തിക്കാറുണ്ട്, പല കാരണവും പറയാറുണ്ട്. പക്ഷെ അവൻ്റെ മനസ്സ് നിയന്ത്രണ വിധേയമാക്കിയാൽ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാവും. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരാൾ കയർത്ത് സംസാരിച്ചാൽ തിരിച്ച് സംസാരിക്കാനോ കൈ ഉയർത്തുന്നവൻ്റെ കൈ താഴുന്നതിന് മുൻപ് അവനെ അറ്റാക്ക് ചെയ്യുന്നതിനോ കഴിയാഞ്ഞിട്ടല്ല. ഞങ്ങൾ അങ്ങനെ കഴിയാത്തവരല്ല. മുൻപ് ഞങ്ങളുടെ ജോലി ഇത് തന്നെയായിരുന്നു, ഈ അക്രമവും പിടിച്ചുപറിയും എല്ലാ കൊള്ളയും ഒക്കെ ആയിരുന്നു. ഇന്ന് ഞങ്ങളത് ചെയ്യാത്തത് ഈ ഒരു കലിമ ഞങ്ങളിൽ വരുത്തിയ മാറ്റാണ്. അപ്പോൾ ഞങ്ങളുടെ കൈകൾ ഇന്ന് ഉയരില്ല. തെറ്റായ ഒരു വഴിയിലേക്കും ഞങ്ങളുടെ കഴിവ് പ്രായോഗികമാക്കാൻ കഴിയില്ല. ഞങ്ങളുടെ കാഴ്ചയും കേൾവിയും ചിന്തയും നാവും ഇതൊന്നും അതിന് വേണ്ടി ഉപയോഗിക്കില്ല. ഞങ്ങൾക്കിത് പറയാൻ അറിയാഞ്ഞിട്ടല്ല. സഹീഹ് മുസ്ലിമിൻ്റെ മുഖദ്ദിമയിൽ ഒരു ഹദീദ് വളരെ കൗതുകത്തോടെയാണ് അദ്ദേഹം വിവരണത്തിന് വിധേയമാക്കിയത്. ഇമാം നവവി അലൈഹി റഹ്മയുടെ ഷറഹ് മുസ്ലിം അതിപ്രകാരം വിവരിക്കുന്ന ഒരു വാക്കാണ്. കുന്ന ലാ നഅരിഫുൽ കദിബ ഫീ സമനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ചു നോക്കണം ഈ ഒരു വാക്ക്. ഇത് നബി വളർത്തിയ സഹാബികൾ പറഞ്ഞ വാക്കാണ്. കളവ് പറയുക ഇത് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾ മാറിപ്പോയി. അപ്പോൾ ആകെ എത്ര വർഷമുണ്ട്? 22 കൊല്ലത്തിൽ ശിഷ്ടം. അപ്പം നബിയുടെ കൂടെ ഇസ്ലാം സ്വീകരിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് അവൻ്റെ ആജ്ഞാനുവർത്തികളായി നബിയോട് സഹവസിച്ച് ജീവിച്ച സഹാബിമാർ അവർ പറഞ്ഞ വാചകമാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ കളവ് പറയണമെന്ന് നിങ്ങളൊക്കെ പറയുന്നില്ലേ, അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത്രത്തോളം ശുദ്ധീകരിക്കപ്പെട്ട ഒരു ജനത. അതാണ് ഈ ഖുർആൻ ചെയ്ത മാറ്റം. അതാണ്
പിന്നീട് മനുഷ്യരിൽ അതിനെ അടിച്ചമർത്തിയിട്ട് കളവ് പറയലും കള്ളസത്യവും വഞ്ചനയും ചതിയും കൊലപാതകവും ഇതൊക്കെ വരുന്നത് ഭൗതികാസക്തി വരുമ്പോഴാണ്. കല്ലാ ഇന്നഹും യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീല. ക്ഷണികമായ സൗകര്യം, ക്ഷണികമായ ആസ്വാദനം, ക്ഷണികമായ ഉടമസ്ഥത, ക്ഷണികമായ സ്ഥാനമാനങ്ങൾ, ക്ഷണികത നിറഞ്ഞ അധികാരം, ഇതിനോടൊക്കെയുള്ള ആസക്തി കൂടിയപ്പോൾ ഞങ്ങളിൽ പരുവപ്പെട്ട ഞങ്ങളുടെ മനസ്സ് കീഴ്മേലും അറിയുകയാണ് ചെയ്തത്. പിന്നെ കളവ് പറയുന്നതിനൊന്നും ഒരു പരിധിയില്ലാതെയായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഖുർആൻ ആത്മീയ ഔഷധമാണ്, ആരോഗ്യ മേഖലയിൽ ശാരീരിക ഔഷധവുമാണ്. അതുകൊണ്ടാണ് അല്ലാഹു ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞാണ് ആയത്ത് അവസാനിപ്പിച്ചത്. നിങ്ങളിൽ തഖ്വയുണ്ടായി തീരാൻ. അപ്പോൾ വിശക്കുന്നവന് തഖ്വയുണ്ട്, ദാഹിക്കുന്നവനുണ്ട്, വസ്ത്രമില്ലാത്തവനുണ്ട്. അങ്ങനെ ഒരു സൂക്ഷ്മതയുടെ ജീവിതത്തിലെ സാമൂഹിക അവസ്ഥ ചുറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് നോമ്പ്. അപ്പോൾ നിങ്ങൾ ഇനി ഒന്നുകൂടെ ആലോചിച്ചാൽ മനസ്സിലാവും. നോമ്പിൻ്റെ ഭക്ഷണ രീതി ഞാൻ പറഞ്ഞു. റസൂലുള്ളയും സഹാബികളും അവരന്വേഷകരായിരുന്നു. കാരണം പട്ടിണി, ദാരിദ്ര്യം, വിശപ്പ്, ദാഹം, രോഗം, ഈ ഇല്ലായ്മ, കിടക്കാൻ സ്ഥലമില്ലാതെ വരിക, അത് എത്ര പേർക്കുണ്ട്? ഒരു മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയ മുഹാജിറുകളിൽ സിംഹഭാഗം പേർക്കും വീടില്ല. അവർ പള്ളിയുടെ വരാന്തയിൽ കഴിഞ്ഞവരാണ്. വീട് വഹിക്കണമെന്നും അവർ ആഗ്രഹിച്ചില്ല. അത് അവരുടേതായ മാനസികാവസ്ഥയാണത്. അപ്പം ഈ പറഞ്ഞ ഒരു കാര്യത്തിനും മതമില്ല. ഇൻസാനിയത്ത് മാത്രമേ ഉള്ളൂ, മാനുഷികത. അപ്പോൾ മാനുഷികത മാത്രമായപ്പോൾ ഓരോരുത്തരും അന്വേഷിക്കണം, ഭക്ഷണം കഴിക്കാത്തവരെത്ര പേര്, കുടിക്കാനും തിന്നാനും ഇല്ലാത്തവരെത്ര പേര്, വേണ്ടത്ര വസ്ത്രമില്ലാത്തവരാരൊക്കെയാണ്, കിടക്കാൻ വീടില്ലാത്തവർ. ഇതൊക്കെ അവരുടെ മുൻപിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായി വന്നു. അപ്പോൾ അന്വേഷിച്ചു. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ഉമറിൻ്റെ ഭരണകാലത്ത് അത് അനുഭവിക്കുകയുണ്ടായി. ആർക്കാണ് ആവശ്യമുള്ളത്? സമ്പത്ത് വിളിച്ചു ചോദിച്ച് നടക്കുകയാണ്. ആർക്കൊന്നും വേണ്ടേ? അവസാനം ചോദിക്കുന്നത്, ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിനെങ്കിലും ആവശ്യമില്ലേ? വീടിന് ആവശ്യമില്ലേ? കടം വീട്ടാൻ ആവശ്യമില്ലേ? ജീവിക്കാൻ ആവശ്യമില്ലേ? ആരും ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിത് മുഴുവൻ മദീനയിലേക്ക് കൊടുത്തയച്ചത്. ബഹ്റൈനിലെ സക്കാത്ത് സ്വരൂപിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് എന്തുകൊണ്ട് ആ നാട്ടിൽ അത് വിനിമയം ചെയ്തില്ല എന്ന ചോദ്യം ഉണ്ടായി. അപ്പോഴാണ് പറഞ്ഞത്, ആ നാട്ടിൽ ആർക്കെങ്കിലും വേണമെന്ന് പറയണ്ടേ? ആവശ്യക്കാരില്ല. ഇങ്ങനെ അന്വേഷിക്കണമെങ്കിൽ ഒരു പെരുന്നാൾ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ ഇത് ഒരു കിലോ അരി കൊടുത്തിട്ട് ഞാൻ എൻ്റെ അയൽവാസിയുടെ പട്ടിണി മാറ്റി എന്ന് ചിന്തിക്കുന്ന മനസ്സിലല്ല സഹാബിമാരുണ്ടായത്. അത് ശാശ്വതത്വമായിരുന്നു എന്ന് സാരം. അങ്ങനെ അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞു. അതാണ് ഖുർആൻ വരുത്തുന്ന മാറ്റം, ഖുർആൻ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്ന മനോഗതം. സൂറ ഹൂദ്, അതിനകത്ത് അള്ളാഹു പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതിലൊന്ന്, ഒമാക്കാന റബ്ബുക ലിയുഹ്ലിക്കൽ ഖുറാ ബിളുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. അള്ളാഹു ഒരു പട്ടണത്തെയും നശിപ്പിക്കുകയില്ല, ഒരു ഗ്രാമത്തെയും നശിപ്പിക്കുകയില്ല. കറിയയ്ക്ക് മൂന്ന് അർത്ഥങ്ങളാണ്. ഒന്ന് റൂറൽ ഗ്രാമങ്ങൾ, വലിയ നാഗരികത നേടിയ പട്ടണങ്ങൾ. ഇതിനെ ഒന്നും അള്ളാഹു നശിപ്പിക്കുകയില്ല. അവിടെ വസിക്കുന്ന നല്ലവരായ ആളുകളുണ്ടായിരിക്കെ. ഒമാക്കാന റബ്ബുക ലിയുഹ്ലിക്കൽ ഖുറാ ബിളുൽമിൻ, ഈ ജനതയുടെ അക്രമം നിമിത്തം അള്ളാഹു ഒരു നാടിനെയും നശിപ്പിക്കുകയില്ല. വഅഹ്ലുഹാ മുസ്ലിഹൂൻ, അവിടെയുള്ളവർ ഇതിന് പണിയെടുക്കുന്നവരാണ്. ധാർമ്മികതയ്ക്ക് വേണ്ടി, അംറും ബിൽ മഅറൂഫിന്, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്, മനുഷ്യരിലെ പാരസ്പര്യത ശക്തിപ്പെടുത്തുന്നതിന് ശ്രമിക്കുന്നതിന്, അങ്ങനെ നന്മകളുടെ ലോകത്താണ് അവിടെയുള്ള മനുഷ്യർ. അങ്ങനെ ഉണ്ടായിരിക്കെ ഒരു നാടിനെയും നശിപ്പിക്കില്ല. പക്ഷേ വലിയ പരീക്ഷണം ഉണ്ടാവും. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമറിൻ്റെ ഭരണകാലത്ത് മദീനയിൽ വിവരണാതീതമായ കൊടും ചൂടും വെള്ളമില്ലായ്മയും, മഴ ഒരിക്കലും ഒരു മാസങ്ങളായി മഴ കിട്ടിയിട്ട് വെള്ളമില്ല. ചൂടിൻ്റെ ആധിക്യത്തിൽ എല്ലാ ജീവജാലങ്ങളും ഒന്നൊന്നായി ചത്തുവീഴുന്ന ഒരവസ്ഥയിൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഒരു ചര്യയുണ്ട്. അത് സ്വലാത്തുൽ ഇസ്തിസ്ഖാ ആണ്, മഴയെ തേടുന്ന നമസ്കാരം. അത് നബി ചെയ്തതുപോലെ തന്നെ നബി നമസ്കരിച്ച മൈതാനിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നു. നബിയുടെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ഇമാമത്ത് നിർത്തി.
അങ്ങനെ ഇമാമത്ത് നിർത്തിയിട്ട് ഉമർ ഖലീഫ ചെയ്ത ഒരു ദുആ ഉണ്ട്. റസൂലുള്ളയുടെ, നിന്റെ നബിയുടെ കാലത്ത് ഇങ്ങനെ ഒരു വരൾച്ചയുണ്ടായപ്പോൾ അവിടുത്തെ നേതൃത്വത്തിലാണ് ഞങ്ങൾ നമസ്കരിച്ച് നിന്നോട് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് മഴ ലഭിച്ചു. ഇപ്പം നബി വഫാത്തായി പോയി. അദ്ദേഹത്തിൻ്റെ പിതൃവ്യനെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ ഇമാമത്ത് നിർത്തിയിട്ടാണ് ഞങ്ങളിപ്പോൾ നമസ്കരിച്ചിട്ട് ദുആ ചെയ്യണത്. അപ്പോൾ അവർക്ക് മഴ ലഭിച്ചു. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട് അവിടെ, നമസ്കാരാനന്തരം ഒരു നന്മ തടയപ്പെടുന്നത് തിന്മകളുടെ ആധിക്യത്തിലാണ്. ഒരു സമൂഹത്തിന്, ഒരു നാടിന്, പ്രകൃതിക്ക്, കാലാവസ്ഥയ്ക്ക് നന്മകൾ തടയപ്പെടുക, മനുഷ്യന് അനുഗുണമായ കാലാവസ്ഥ തടയപ്പെടുക എന്നത് നമ്മളിലെ മനുഷ്യരിലെ തിന്മകൾ കൊണ്ടാണ്. അതിനെ നമുക്ക് മറികടക്കണമെങ്കിൽ ഈ തിന്മകൾ നിമിത്തം അള്ളാഹു ഒരു സമൂഹത്തോട് അവൻ തടസ്സങ്ങൾ ഉണ്ടാക്കിയാൽ ആ തടസ്സം നീങ്ങണമെങ്കിൽ പശ്ചാത്തപിച്ച് മടങ്ങണം. അതാണ് സലാത്തുൽ ഇസ്തിസ്ഖാ. അതെല്ലാവരും വളരെ ദൈന്യതയോടുകൂടി പടച്ചവൻ്റെ മുൻപിൽ അവരുടെ വളർത്തുമൃഗങ്ങളെ സഹിതം അണിയായിട്ട് വന്ന് ഒരുമിച്ച് കൂടി ആബാലവൃദ്ധം ജനങ്ങൾ കൈകൾ ഉയർത്തുകയാണ്, ഇനി ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കരുത്. പക്ഷേ ഈ ഹദീസ് പിന്നീട് വന്ന പലരും ഈ അർത്ഥത്തിലൊന്നും അല്ല കണക്കാക്കുന്നത്. അത് നമ്മുടെ വിഷയമല്ല. ഖുർആൻ എന്നിട്ട് പറഞ്ഞു, വലൗ ഷാ റബ്ബുക ലജഅലന്നാസ ഉമ്മത്തൻ വാഹിദ. നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യവംശത്തെ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. വലാ യസാലൂന മുഖ്തലിഫീൻ. എന്നാൽ അവർ ഭിന്നതയെ വളർത്തിക്കൊണ്ടേയിരിക്കുന്നവരാണ്. അത് ഒരെണ്ണമുണ്ടായി അതങ്ങനെ തീരാന്നുള്ളതല്ല, അത് ഖിയാമത്ത് നാൾ വരെയും വിടൂല. മനുഷ്യരുടെ ഏറ്റവും വലിയൊരു തകരാറത്. അത് പറയാനൊന്നുമില്ലല്ലോ. ഒരു 100 കൊല്ലം മുമ്പ് ഏതെങ്കിലും ഒരു ഭരണകൂടത്തോടുള്ള എതിർപ്പിൻ്റെ പേരിൽ ഒരു ഭാഷ പഠിക്കരുതെന്ന് പറഞ്ഞു എന്ന് ഉദ്ദേശിക്കുക. പിന്നെ അത് ആ ഭരണകൂടവും പോയി ആ ഭാഷ സാർവത്രികമായി ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ടു, പഠിക്കാൻ തുടങ്ങി. അത് അതിൻ്റെ കേന്ദ്രങ്ങൾ നടത്തുന്നവരുമായി. അപ്പോഴും നമ്മൾ പറയുകയാണ്, നിങ്ങൾ 956 ഇങ്ങനെ പറഞ്ഞവരല്ലേ, നമ്മൾ വിടൂല കേട്ടോ, 2025 ഇങ്ങനെയുള്ളൊരു ഭിന്നതയുണ്ടല്ലോ. മുസ്ലിം സംഘടനകൾ നിലനിൽക്കുന്നത് ഈ ഭിന്നതകൾ ഭാവനാലോകത്ത് വരെ ഉണ്ടാക്കിയിട്ട് ചർച്ച ചെയ്തിട്ടാണ്. അല്ലാണ്ട് വേറൊന്നും ഇസ്ലാമികമായി ഈ നാടിൽ ഒന്നും പറയാൻ ഇസ്ലാമിക സംഘടനകൾക്കില്ല. ഭിന്നത മാത്രമേ ഉള്ളൂ. വലാ യസാലൂന മുഖ്തലിഫീൻ. അവരിങ്ങനെ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. ഇല്ല മൻ റഹിമ റബ്ബുക. നിന്റെ റബ്ബിൻ്റെ റഹ്മത്ത് ലഭിച്ചവരൊഴികെ. വലിദാലിക ഖലഖഹും. അതിനാണ് അവരെ സൃഷ്ടിച്ചത്. വ തമ്മത്ത് കലിമത്തു റബ്ബിക. നിന്റെ റബ്ബിൻ്റെ കലിമ ഇതാ പൂർത്തിയായിരിക്കുന്നു. എന്താണ് ആ കലിമ? ലഅംല അന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. ജിന്നുവർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നും സർവത്ര എണ്ണത്തെയും കൊണ്ട് നരകാഗ്നിയെ ഞാൻ നിറയ്ക്കുന്നതാണ്. നരകം നിറയണമെങ്കിൽ ഈ ഭിന്നത ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ നരകാഗ്നി നിറയ്ക്കണം. അപ്പോൾ അതിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്ന ഒരു ശരിയായ വഴിയുടെ ദിശാബോധമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ. ഇത് അള്ളാഹു സൂറത്ത് ഹൂദിൽ വന്ന അവസാന ഭാഗത്ത് വന്നൊരായത്താണ്. 3 അത് റമളാനാണ്. നോമ്പ് തുറപ്പിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു ക്ലാസ്സിൽ പറഞ്ഞു. തറാവിയിൽ ഒരാൾ നോമ്പെടുത്താൽ കിട്ടുന്ന പ്രതിഫലം നോമ്പ് തുറപ്പിക്കുന്നവന് ലഭിക്കുകയാണ്. അതൊരു വലിയ ആഘോഷമാണല്ലോ. ഒരു കഴിവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉള്ളൊരു പ്രദേശത്ത് ഓരോ വീടുകളിലെയും സ്ത്രീകളും കുട്ടികളുടെയും മാനസികാവസ്ഥ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. അവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് നമ്മൾ നോമ്പ് തുറക്കണം. അപ്പോൾ അവർ ആ കുട്ടികളൊക്കെ കാണാത്ത വിഭവങ്ങൾ അവർക്കന്ന് കാണാൻ കഴിയണത്. അവർക്ക് രുചികരമായ ഭക്ഷണം കിട്ടുകയാണ്, വയറ് നിറച്ച് കഴിക്കാൻ കിട്ടുകയാണ്. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നബിയുടെ ഒരു വാഗ്ദത്വമുണ്ട്. ഷഫാഅത്തിൽ ഹൗദുൽ കൗസറിൽ നിന്ന് വയറ് നിറച്ചവനെ ഞാൻ കുടിപ്പിക്കുന്ന, നോമ്പ് ഉറപ്പിക്കുന്നവനെ സംബന്ധിച്ച് പറഞ്ഞാണത്. അപ്പോൾ നമ്മൾ കൊടുക്കുകയാണ് ആ കുട്ടികൾക്കൊക്കെ. അവരന്ന് വയറ് നിറച്ച് കഴിച്ച് അവർ എന്തെല്ലാം സ്വീറ്റ്സ് ഉണ്ടോ അതൊക്കെ കഴിച്ച് സന്തോഷമാകുകയാണ്. അവർ ഇനിയൊരു 100 കൊല്ലം ജീവിച്ചാലും ആ 100ാമത്തെ കൊല്ലവും അതിൻ്റെ രുചിയും ആ ഓർമ്മയും അവരുടെ മനസ്സിൽ നിലനിൽക്കും. ആ പാവപ്പെട്ട കുട്ടികളുടെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. നമ്മളിനി അതൊരു ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുപോയെന്ന് വെച്ചാൽ അവിടെ വരുന്നവരെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നമ്മളതൊരു 50-51 ഇനം ഉണ്ടെങ്കിലാണ് ഒരു സ്റ്റാർ ഹോട്ടലിൻ്റെ ഫെസിലിറ്റി ആവുക. അതിന് മാത്രം പാത്രങ്ങൾ ഉണ്ടാകണം, അതിന് മാത്രം കളറുകൾ ഉണ്ടാകണം. ഒരു വെള്ളമല്ല ആകെ കുടിക്കേണ്ടത് ഞാനൊരാളാണ് കേട്ടോ.
എത്ര ഗ്ലാസ് വെള്ളം കുടിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതും വിവരിക്കുകയല്ല, ആരെയും കുറ്റം പറയണമല്ല. അവിടെ വരുന്ന 99% ആളുകൾക്കും വെള്ളത്തിനും രുചിയില്ല, ഒരു ഭക്ഷണത്തിനും ടേസ്റ്റില്ല. എല്ലാം കുറേശ്ശേ എടുക്കുള്ളൂ, ഒക്കെ ബാക്കി അവിടെ ഉണ്ടാവും. ഇതൊരു സത്യമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. റസൂലുള്ള നോമ്പ് ഉറപ്പിക്കാൻ പറഞ്ഞ ഒരു കാലഘട്ടമുണ്ട്. ഇന്നും ആ കാലം തന്നെയാണ് ഉള്ളത്. ഉത്തരേന്ത്യയിലേക്ക് എന്നാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് നമ്മൾ നടന്നു എന്നാലുള്ളൊരവസ്ഥ അവിടേക്കൊന്ന് പോയി കാണുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ദൈന്യത കാണുന്നത്. ഏറ്റവും വലിയ പ്രതിഫലാർഹമായത് അവിടെ കിണർ കുഴിച്ചു കൊടുക്കലാണ്. അടുത്തിടെ മാതൃഭൂമി ഇറക്കിയൊരു പുസ്തകം തന്നെയുണ്ട്. ഒരു ചെറിയ കുട്ടി സ്കൂളിൽ അവൻ്റെ ആഗ്രഹം പറഞ്ഞത് $100 കൊണ്ട് ഒരു കിണർ കുടിക്കാൻ കഴിയുമെന്ന് ഉദ്ദേശിച്ചാൽ $100 ഒപ്പിക്കുന്നുണ്ട്. പക്ഷെ ചെന്ന് നോക്കുമ്പോഴാണ് ഒരുപാട് ഡോളർ വേണം, അതൊന്നും പോരാ. പിന്നെ അതിനുവേണ്ടി അവൻ പരിശ്രമിച്ചു. അങ്ങനെ ഒരു കിണറുണ്ടാക്കി. ആ നാടിൻ്റെ സന്തോഷം ഒരു ഉത്സവമാണ്. നമ്മൾ മദീനയിൽ ബിർ ഉമ്മു സഅദ് എന്ന് കേൾക്കുമ്പോൾ നമുക്കിന്ന് ചരിത്രത്തിൽ വലിയ വിലയൊന്നുമില്ല. സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു വലിയ പുണ്യമാണത്. അത് 15 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും മനുഷ്യർക്ക് ഉപയുക്തമായ ക്രമത്തിൽ നിറച്ചു വെള്ളമായി സഅദിൻ്റെ ഉമ്മയുടെ കിണർ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നു. ബിർ ഉമ്മു സഅദ്. നമ്മൾ 40ൻ്റെ അന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടി പരമാവധി ആൾക്കാരെ കൂട്ടും, ഇതിന് പത്രത്തിലും കൊടുക്കും. അതൊന്നും അല്ലല്ലോ ഒരു പുണ്യം. അതൊക്കെ നാട്ടടപ്പ് ആചാരങ്ങൾ. അതിനകത്ത് ഉള്ള ന്യൂനതയല്ല ഞാനിവിടെ വിവരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കുടുംബം, ഒരു പ്രദേശം, ഒരു ഗ്രാമം, ഒരു ജനത, അവരിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കുന്നു ഈ നോമ്പ് കാലം. അതാണ് ഷഹ്റു സബർ പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞത് ഇതൊരു വലിയ പരസ്പര സഹായത്തിൻ്റെ മാസമാണ്. ഈ നോമ്പിൻ്റെ പേരിലാണ് ഇതെല്ലാം ഈ ഒത്തുചേരൽ വരുന്നത്. ഇനി അവരുടെ ജീവിതത്തിൽ വല്ല കുറവും വന്നാലും അത് പരിഹരിക്കണമെങ്കിലും ധർമ്മം ചെയ്യണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് തെറ്റുകുറ്റം വന്നാലും അത് അള്ളാഹു പൊറുക്കണമെങ്കിൽ അതിന് നമ്മൾ ദാനധർമ്മം ചെയ്യണം. വേറെ വഴിയൊന്നും പറഞ്ഞില്ലല്ലോ. അതാണല്ലോ സക്കാത്തുൽ ഫിത്ർ. ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ആ കാര്യം എല്ലാവരെയും ഉണർത്തുന്നു. പരമാവധി നോമ്പ് ഉറപ്പിക്കണം സാധുക്കളെ, അത് അയൽപക്കത്തുള്ളവരെ, ചുറ്റുഭാഗങ്ങളിലുള്ളവരെ, നമ്മൾ അറിയുന്നവരും അറിയാത്തവരും. ഭക്ഷണമാണ് അവിടുത്തെ പ്രധാനം. അതിൽ ജാതിയും മതമൊന്നുമില്ല. നോമ്പുള്ളവരുണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടാവും. നമ്മളതൊന്നും അന്വേഷിക്കേണ്ട. അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. അത് ഖുർആനിൽ തന്നെ വന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം വൈത്തഴിമൂനത്താഴ എല്ലാ വെള്ളിയാഴ്ചയും 2ാമത്തെ റക്അത്ത് സുബഹിയിൽ ഓതുന്നത് സൂറത്തുൽ ഇൻസാനാണ്. അപ്പോൾ വയുത്തഴിമൂനത്താഴ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വാസീറ. ഇത് 3ഉം അലിഫിലാമില്ലാതെ പറഞ്ഞത്. ഇന്നവർ എന്ന് പറഞ്ഞില്ല, ഇന്ന മതത്തിൽപ്പെട്ടവരെന്ന് പറഞ്ഞില്ല. എന്ന് അഗതികൾ, മിസ്കീനൻ വയതീമൻ അനാഥർ. അനാഥത്വത്തിൻ്റെ കാര്യത്തിൽ പോലും മതം നോക്കിയിട്ട് കാശ് കൊടുക്കണവരുണ്ട് കേട്ടോ. ഞങ്ങളുടെ അനാഥ കുട്ടികളല്ലല്ലോ ഇത്, വേറെ ആൾക്കാരുടെ അല്ലേ എന്ന് ചിന്തിക്കുന്നു എന്ന്. അതുപോലെ ജയിൽ മോചിതർ, ജയിലാളികൾ, ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നവർ, അവിടെ നിന്ന് മോചനം സിദ്ധിച്ചവർ. ഏതായാലും നല്ലവരല്ലോ, കുറ്റവാളികളായതുകൊണ്ടാണല്ലോ ജയിലിൽ ശിക്ഷ കിട്ടിയത്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ ബാക്കിയുള്ളവർ കൂടി നമ്മളെ തല്ലിക്കൊല്ലും. ഇത്രയും വലിയ കുറ്റവാളിക്കാണ് അവൻ കാശ് കൊടുത്തതെന്ന്.